അടുത്ത പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐസി എഞ്ചിനാണ് പഠിക്കണേ. എഞ്ചിന്റെ പെർഫോമൻസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ ടേംസ് ഉണ്ട്. ആ ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 7 മാർക്കിന്റെ കാറ്റഗറിയിൽ ഒരു കുറെ ടേമുകളുടെ പേര് തന്നിട്ട് ഇവരെല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യാനും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ 3 ടേംസിന്റെ തന്നിട്ട് അവരെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും, 1 മാർക്കിന്റെ കാറ്റഗറിയിൽ ഒരാളെ തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പൊ പാർട്ട് A, B, C എവിടെ വേണമെങ്കിലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. കുറച്ചധികം ടേംസ് ഉണ്ട്, 10 അറൌണ്ട് 10 ടേംസ് ഉണ്ട്. ഈ ടേംസ് എല്ലാം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കുക, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് 3 പവറിന്റെ ടേമുകളാണ്. 3 ടേംസ് ഉണ്ട്: ഇൻഡിക്കേറ്റഡ് പവർ, ബ്രേക്ക് പവർ, അതുപോലെ തന്നെ ഫ്രിക്ഷൻ പവർ. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് പവറിനെ തിരിക്കാം. അപ്പൊ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ ഇങ്ങനെ 3ആയിട്ട് തിരിക്കുന്നത്. ഇപ്പൊ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ ഫ്യൂവല് കത്തി, ഇതിന്റെ അകത്ത് ഫ്യൂവല് കത്തി കമ്പഷൻ, ഫ്യൂവല് കത്തി ഉണ്ടാവുന്ന പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ. അത് ഉണ്ടാവുന്നത് സിലിണ്ടറിന്റെ അകത്തായിരിക്കും. സിലിണ്ടറിന്റെ അകത്ത് ഫ്യൂവല് ബേൺ ചെയ്ത് കമ്പഷൻ വഴി ഉണ്ടാവുന്ന പവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ. പക്ഷെ ഈ പറയുന്ന പവറിന് ഇതിപ്പോ 100 വിചാരിക്കാം, 100 ആണ് ഇൻഡിക്കേറ്റഡ് പവർ. നമ്മൾ ഫ്യൂല് കത്തിച്ച് 100 എന്ന് പറഞ്ഞ പവർ ഉണ്ടാക്കി. പക്ഷെ ഈ പവർ നമ്മുടെ എഞ്ചിന്റെ നമ്മുടെ വണ്ടീനെ ഓടിക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പവർ ആയിട്ട് നമുക്ക് ഈ 100 യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം വെളിയിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന പവർ ഒരു 80 ചുരുങ്ങി വിചാരിക്കാം, സങ്കല്പിക്കുക കേട്ടോ, 80 ചുരുങ്ങി. അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വണ്ടി ഫ്രണ്ടോട്ട് ഓടിക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന പവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് പവർ. എഞ്ചിന്റെ വെളിയിൽ കിട്ടുന്ന പവറാണ് ബ്രേക്ക് പവർ. അതായത് ഈ ഫ്യൂവൽ കത്തിച്ച് നമുക്ക് ഈ പറയുന്ന ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കണം. ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് പവർ കിട്ടുന്നത്. പക്ഷെ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയത് വെറും 80 മാത്രമാണ്. നമുക്ക് ആ പവർ നമുക്ക് ബ്രേക്ക് പവർ എന്ന് വിളിക്കാം. അപ്പൊ 100 80 ചുരുങ്ങാനുള്ള കാരണം എന്ന് പറയാനുള്ള റീസൺ, ഇൻഡിക്കേറ്റർ പവർ ബ്രേക്ക് പവർ ആയിട്ട് കൺവേർട്ട് ആക്കണമെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരുപാട് മൂവിംഗ് പാർട്സ് ഉണ്ട്. കാരണം പിസ്റ്റൺ സിലിണ്ടർ മൂവിംഗ് പാർട്സ് ആണ്. ഇനി അതല്ലാതെ പിസ്റ്റണും ക്രാങ്ക് തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടിംഗ് റോഡ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ പിന്നുണ്ട്. അങ്ങനെ ഒരുപാട് മൂവിംഗ് പാർട്സുകൾ വരുമ്പോൾ അവിടെ ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ മൂലം കുറെ എനർജി, കുറെ പവർ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന പവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ പവർ. അപ്പൊ ഇവിടെ 100 നഷ്ടപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് ബാലൻസ് നമുക്ക് കിട്ടിയത് 80 ആണെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷൻ പവറിന്റെ വാല്യൂ എത്ര ഇരിക്കും? 20 ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ 80ഉം 20ഉം കൂടി ചേരുമ്പോഴാണ് 100 ആവുന്നത്. അതായത് ബ്രേക്ക് പവറും ഫ്രിക്ഷൻ പവറും കൂടി ചേരുമ്പോഴാണ് ഇൻഡിക്കേറ്റർ പവർ ആവുന്നത്. ശരിക്കും നമ്മുടെ എഞ്ചിൻ ഇൻഡിക്കേറ്റഡ് പവർ IP ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ പുറത്തോട്ട് നമ്മുടെ വണ്ടിക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നത് വെറും BP ആണ്, ബ്രേക്ക് പവർ ആണ് കിട്ടുന്നത്. കാരണം ഇതിന്റെ ഇടയിൽ FP നഷ്ടപ്പെട്ടു പോയി, ഫ്രിക്ഷൻ പവർ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ബ്രേക്ക് പവർ കണ്ടുപിടിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റർ പവർ ആയിരുന്നു ശരിക്കും ഉള്ളത്, അതിന് എന്ത് മൈനസ് ചെയ്തോളണം? ഫ്രിക്ഷൻ പവർ മൈനസ് ചെയ്തോളണം. ബാക്ക് ടു ഓരോ പവറും. ഫസ്റ്റ് ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പഷൻ വഴി സിലിണ്ടറിന്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ്. ഡെഫിനിഷൻ വായിച്ചു നോക്കുക. ഇക്വേഷൻ ഉണ്ട്, ഓപ്ഷണലാണ്, പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. ഇനി ബ്രേക്ക് പവർ എന്ന് പറയുന്നത് ആക്ച്വൽ യൂസ്ഫുൾ പവർ ഔട്ട്പുട്ട് ഓഫ് ആൻ എഞ്ചിൻ ആണ്. യൂസ്ഫുൾ ആയിട്ട് നമുക്ക് വെളിയിൽ കിട്ടുന്ന പവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് പവർ. ബ്രേക്ക് പവർ കിട്ടാനായിട്ട് ഈ പറഞ്ഞ പോലെ IP മൈനസ് FP ചെയ്താൽ മതി. ഫ്രിക്ഷൻ പവർ എന്ന് പറയുന്നത് മൂവിംഗ് പാർട്സ് മൂവിംഗ് പാർട്സിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന പവറാണ്. അതായത് എഞ്ചിൻ അതിനുവേണ്ടി കൺസ്യൂം ചെയ്യുന്ന പവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ പവർ. അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുക. ഇനി 4ാമത്തെ ടൈം, ഈ 3 പവറും കഴിഞ്ഞാൽ പിന്നെ വരുന്ന മെക്കാനിക്കൽ എഫിഷ്യൻസി ആണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി മാത്രമല്ല, എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് 4 ടേംസ് പഠിക്കുമ്പോൾ നമുക്ക് 7 ടേംസ് പഠിച്ചു തീരും. മെക്കാനിക്കൽ എഫിഷ്യൻസി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ റിലേറ്റീവ് എഫിഷ്യൻസി. ഇതൊക്കെ ഈ 3 വരെ നമുക്ക് ആദ്യം നോക്കാം. 4, 5, 6 ഈ എഫിഷ്യൻസീസ് മനസ്സിലാക്കണേ മുന്നേ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റഡ് പവർ, ബ്രേക്ക് പവർ, ആ സാധനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഒരാളെ കൂടെ അതിന്റെ അകത്ത് ആഡ് ചെയ്യണം. ഇത് ഫ്യൂവലാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്യൂവലിന് സ്വന്തമായിട്ടൊരു എനർജി ഉണ്ട്. അത് ഓരോ ഫ്യൂവലിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ പെട്രോൾ, ഡീസൽ ഓരോന്നായിട്ട് തിരിച്ചു പറയാൻ കാരണം. അപ്പൊ പെട്രോളിന് തന്നെ പല ക്വാളിറ്റീസ് ഉണ്ട്, പല ക്വാളിറ്റിയുള്ള പെട്രോൾ ഉണ്ട്. അപ്പൊ ഈ ഫ്യൂവൽ കത്തുന്നതിന് മുന്നേ അതിനൊരു എനർജി ഉണ്ട്. നമ്മളത് സാധാരണ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയാറ്. കലോറിഫിക് വാല്യൂ, നമ്മുടെ ഫുഡിന്റെ അകത്തൊക്കെ ഉള്ള എനർജി നമ്മൾ പറഞ്ഞ കലോറി വെച്ചിട്ടല്ലേ. ജിമ്മിൽ പോകുമ്പോൾ ഇത്ര കലോറി ബേൺ ചെയ്യണമെന്ന് പറയും, അതിൽ ഇന്ന ഫുഡ് കഴിച്ച് ഇത്ര കലോറി കിട്ടും എന്ന് പറയും. അതുപോലെ ഫ്യൂവലിന് ഇത്ര കലോറി ഉണ്ട്. പക്ഷെ ബേൺ ചെയ്യുമ്പോൾ ആ കലോറി മൊത്തം നമുക്ക് കിട്ടൂല, ഇൻഡിക്കേറ്റഡ് പവർ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഈ ഫ്യൂവലിന്റെ എനർജി ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഇൻഡിക്കേറ്റഡ് പവർ. ഇനി ഇൻഡിക്കേറ്റഡ് പവർ ഈ പറയുന്ന പിസ്റ്റൺ, അതിന്റെ അകത്തുള്ള മൂവിംഗ് പാർട്സ് ഒക്കെ വഴി പുറത്തോട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നതാണ് ബ്രേക്ക് പവർ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു യാത്ര.
എനർജിയുടെ യാത്ര. ആദ്യം ഫ്യൂൽ എനർജി ആയിരുന്നുണ്ടായിരുന്നത്, അത് ഇൻഡിക്കേറ്റഡ് കത്തി തീർന്ന് ഇൻഡിക്കേറ്റഡ് പവർ ആയിട്ട് മാറി. ഇനി അത് എഞ്ചിൻ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൂവിംഗ് പാർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഫ്രിക്ഷൻ പവർ ഒക്കെ നഷ്ടപ്പെട്ട് പോയി പുറത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? ബ്രേക്ക് പവർ ആയിട്ട് മാറും. അപ്പൊ ഈ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ എഫിഷ്യൻസി നമുക്ക് പഠിക്കാം. എഫിഷ്യൻസി ഏതും ആയിക്കോട്ടെ, അതിന്റെ ഇക്വേഷൻ എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാ. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ആരാണ് ഔട്ട്പുട്ട് എന്ന് നോക്കുക, ആരാണ് ഇൻപുട്ട് എന്ന് നോക്കുക, ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യാത്തേ ഉള്ളൂ. ഫസ്റ്റ് മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പാർട്സിന്റെ ഇടയിലുള്ള എഫിഷ്യൻസിയാ. ഇവിടെ നമ്മൾ മൂവിംഗ് പാർട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവരുടെ എഫിഷ്യൻസിയാ. അതായത് ഇവർ രണ്ടുപേരാണ് വരുന്നത് അല്ലെ. അതിന്റെ അകത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബ്രേക്ക് പവറാ, ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് പവറാ. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ. ഔട്ട്പുട്ട് ബ്രേക്ക് പവർ, ഇൻപുട്ട് ഇൻഡിക്കേറ്റഡ് പവർ. അപ്പൊ ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ, അതാണ് ഇക്വേഷൻ തന്നെ. ബ്രേക്ക് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ. ഈ പെർസെന്റേജ് ആക്കാനായിട്ട് നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ കൂടെ ചെയ്യണം. അപ്പൊ ബി പി ബൈ ഐ പി ഇൻറ്റു 100, അതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇനി ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ഇവ രണ്ടുപേരുടെ ഇടയിലാണ് വരുന്നത്, ഫ്യൂവൽ എനർജിയുടെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റഡ് പവറിന്റെ ഇടയിൽ. അതായത് എത്രത്തോളം നന്നായിട്ട് ഫ്യൂവൽ എനർജീനെ ഇൻഡിക്കേറ്റഡ് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തെന്നുള്ളതാണ് ഇവിടെ കാണിക്കണം. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ആരാ? ഇൻഡിക്കേറ്റഡ് പവർ. ഇൻപുട്ട് ആരാ? അതുപോലെ എനർജി കൊടുത്താരാ? ഫ്യൂവൽ എനർജി. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും വരിക? മേലെ ഇൻഡിക്കേറ്റഡ് പവറും താഴെ എനർജി ഇൻപുട്ട് ഫ്രം ഫ്യൂവലും. അപ്പൊ ഐ പി ഡിവൈഡ് ബൈ എനർജി ഇൻപുട്ട് ഫ്രം ഫ്യൂവൽ ഇൻറ്റു 100. അപ്പൊ ഇതുവരെ പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കുക. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരുടെ ഇടയിലുള്ള എഫിഷ്യൻസി, ഐ പിയുടെയും ബി പിയുടെ ഇടയിൽ. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എനർജിയുടെയും ഇൻഡിക്കേറ്റഡ് പവറിന്റെ ഇടയിലുള്ള എഫിഷ്യൻസി. ആദ്യം പറഞ്ഞ് ഇവരുടെ ഇടയിലുള്ള എഫിഷ്യൻസി, രണ്ടാമത് പറഞ്ഞ് ഇയാളുടെ ഇടയിലുള്ള എഫിഷ്യൻസി. ഇനി അവസാനത്തെ ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എഫിഷ്യൻസിയാണ്. അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രം നോക്കിയാൽ മതി. സ്റ്റാർട്ടിങ് ഫ്യൂവലായിരുന്നു, എൻഡിങ് എന്ന് പറഞ്ഞ ബ്രേക്ക് പവർ ആയിരുന്നു. ഇവ രണ്ടുപേരും മാത്രം നോക്കിയാൽ മതി. അത് ബി പിയുടെയും ഫ്യൂവലിന്റെ ഇടയിൽ മൊത്തത്തിൽ വരുന്ന എഫിഷ്യൻസിയാണ്. ഇപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ആയിരുന്നത് ബി പി ആണ്, ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഫ്യൂവലാണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് നോക്കട്ടോ. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ബ്രേക്ക് പവർ ബി പി ഡിവൈഡ് ബൈ എനർജി ഇൻപുട്ട് ഫ്രം ഫ്യൂവൽ പെർസെന്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 100. അപ്പൊ ഇങ്ങനെ 3 രീതിയിലുള്ള എഫിഷ്യൻസി വരുന്നത്. ആദ്യത്തെ എഫിഷ്യൻസി ഇവർ രണ്ടുപേരുടെ ഇടയിൽ വരുന്നു, രണ്ടാമത്തെ എഫിഷ്യൻസി ഇവർ രണ്ടുപേരുടെ ഇടയിൽ വരും, മൂന്നാമത്തെ എഫിഷ്യൻസി ഇവരുടെ അറ്റത്ത് കിടക്കുന്ന 2 ആളുകളുടെ ഇടയിൽ മൊത്തത്തിൽ വരും. എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് ചെയ്യേണ്ടത്. എക്സ്ട്രാ ഒരാൾ കൂടെ ഉണ്ട്, റിലേറ്റീവ് എഫിഷ്യൻസി. 7ാമത്തെ ടൈപ്പ് റിലേറ്റീവ് എഫിഷ്യൻസി ആണ്. ഇത് വേറൊന്നുമില്ല, ഒരു കമ്പാരിസൺ ആണ്. ഇപ്പൊ നമ്മുടെ മാർക്ക് നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല മാർക്കാണ് കിട്ടുന്നത്. എങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് പാരന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? അവരെ ആ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ച ആളായിട്ട് കമ്പയർ ചെയ്യും അല്ലെ. ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ചാൽ 80 മാർക്ക് ഉണ്ട് 100-ല്, നിങ്ങൾക്ക് 60 ഉള്ളൂ. അപ്പൊ പാരന്റ് എങ്ങനെയായിരിക്കും കമ്പയർ ചെയ്യുക? 60 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 ഇങ്ങനെയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് എഫിഷ്യൻസി. അതുപോലെ തന്നെ എഞ്ചിന്റെ കേസിൽ ഇതുപോലെ ചെയ്യുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ കമ്പയർ ചെയ്യുന്ന ഒരാള്, മേലുള്ള ആള് നമ്മുടെ മാർക്കാണ്, അതായത് നമ്മുടെ എഞ്ചിന്റെ ആക്ച്വൽ തെർമൽ എഫിഷ്യൻസി ഡിവൈഡ് ബൈ അടിയിൽ വരുന്നത് ഐഡിയൽ തെർമൽ എഫിഷ്യൻസി. അതായത് ഒരു ഐഡിയൽ എഞ്ചിൻ ഉണ്ടെങ്കിൽ, പക്ക പെർഫെക്റ്റ് എഞ്ചിൻ ഉണ്ടെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എത്രയാണോ അതാണ് അടിയിൽ വന്നേക്കണം, ഇൻറ്റു 100 ചെയ്യണം. റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റേഷ്യോ കമ്പാരിസൺ ആണ്. ആരുടെയൊക്കെയാ? ആക്ച്വൽ തെർമൽ എഫിഷ്യൻസിയുടെ ഐഡിയൽ തെർമൽ എഫിഷ്യൻസി അല്ലെങ്കിൽ മാക്സിമം തെർമൽ എഫിഷ്യൻസിയുടെ കമ്പാരിസൺ റേഷ്യോനെ നമ്മൾ വിളിക്കുന്നവരാണ് റിലേറ്റീവ് എഫിഷ്യൻസി. അടുത്ത ടൈം 8ാമത്തെ ടൈം ടോട്ടൽ ഫ്യൂൽ കൺസംഷൻ അല്ലെങ്കിൽ TFC എന്ന് വിളിക്കുക. നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. TFC എന്ന് പറഞ്ഞാൽ എത്ര ഫ്യൂൽ കൺസ്യൂം ആയി എന്നുള്ളത് നോക്കണേ. ഒരു ഗിവൺ ടൈമിൽ എത്ര ഫ്യൂൽ കൺസ്യൂം ആയി. ലാബിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യണേ 10 cc ഫ്യൂൽ കൺസ്യൂം ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു എന്നുള്ളത് നമ്മൾ മറ്റേ സ്റ്റോപ്പ് വാച്ച് ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ചെയ്യണേ. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ സംഭവം. സെയിം സാധനം തന്നെ. ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്യൂൽ കൺസ്യൂംഡ് ബൈ ദ എഞ്ചിൻ ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ലിറ്റർ പെർ അവറിലാണ്. എത്ര ലിറ്റർ പെർ ഹവർ അതിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് TFC. ഇനി SFC ഫ്യൂൽ കൺസപ്ഷൻ തന്നെയാണ്. അതായത് ഫ്യൂൽ കൺസപ്ഷൻ തന്നെയാണ്, പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പറഞ്ഞു, പെർ യൂണിറ്റ് പവർ. അതായത് ഒരു യൂണിറ്റ് പവർ ഉണ്ടാക്കാനായിട്ട് എത്ര ഫ്യൂൽ വേണം എന്നുള്ളതാണ് സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ പറഞ്ഞത്. ടോട്ടൽ ഫ്യൂൽ കൺസപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫ്യൂൽ കൺസ്യൂം ആയി, ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്ര ഫ്യൂൽ കൺസ്യൂം ആയത് എന്നുള്ളതാണ് TFC. ഇനി ഒരു യൂണിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ഫ്യൂൽ കൺസ്യൂം ആവണം എന്നുള്ളതാണ് സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ. അപ്പൊ SFC കണ്ടുപിടിക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ TFC ആണ് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ ഫ്യൂൽ കൺസപ്ഷൻ. TFC എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക? പവർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് പവർ ആണ് അല്ലെ. നമുക്ക് ആവശ്യത്തിന് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന പവർ ബ്രേക്ക് പവറാണ്. ഇപ്പൊ TFC ഡിവൈഡ് ബൈ BP അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഇതാണ് എന്തെന്ന് പറഞ്ഞത് സ്പെസിഫിക് ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഓരോ ടൈമിനെ പറ്റി 9 ടേംസ് ഉണ്ട്. ഈ 9 ടേംസിനെ പറ്റി മനസ്സിലാക്കി അവരെ പറ്റി എഴുതി വെക്കാനായിട്ട് പഠിക്കുക.